ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമാണ്. ഞാനിപ്പോൾ ഉള്ളത് കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ട് കരുമ്പിൽ എത്തുന്നതിന് മുൻപാണ്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു, ദേശീയപാതയിൽ 80-100 കിലോമീറ്റർ ആണല്ലോ വേഗത പറഞ്ഞിരിക്കുന്നത്, പല സ്ഥലത്തും ഇതേമാതിരി 60, 80, 50 എന്നുള്ളൊരു ബോർഡ് കാണുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കരുമ്പിൽ എന്ന് വെച്ചാൽ കക്കാട് കഴിഞ്ഞിട്ട് ഓവർപാസ് കഴിഞ്ഞിട്ട് കരുമ്പിൽ ഭാഗത്തേക്ക് പോകുമ്പം ആ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആ റോഡിനോട് സൈഡിലൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ ലോറി 50, ബസ് 50, പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ വരുന്നുണ്ട് 50 എന്നുള്ളത്, കാർ 50. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർപാസ് കഴിഞ്ഞിട്ടൊരു വളവാണ്. അപ്പോൾ വളവ് എത്തുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് 80 ഉള്ളത് 50 ആക്കേണ്ടി വരും, സ്പീഡൊന്ന് കുറയ്ക്കേണ്ടി വരും. കാരണം വളവുള്ള സ്ഥലത്ത് അപകടങ്ങൾ വരാൻ കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതേപോലത്തെ ബോർഡ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഓവർടേക്കിംഗ് പാടില്ല എന്നുള്ള ബോർഡുണ്ട്, പിന്നെ പാർക്കിംഗ് പാടില്ല എന്നൊരു ബോർഡുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ വരുന്ന അടുത്തൊരു ബോർഡ് എക്സിറ്റ് എന്നൊരു ബോർഡ് വരുന്നുണ്ട്, പിന്നെ എൻട്രി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഏതൊക്കെ വാഹനങ്ങളാണ് റോഡിൽ കയറാൻ പറ്റുക എന്നുള്ളത്, ഓട്ടോറിക്ഷ, ബൈക്ക് അത് രണ്ടും അനുവദനീയമല്ല, അത് രണ്ടും 60-10 കയറാൻ സാധിക്കുന്നതല്ല. പിന്നെ ഇതുകൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രിയും എക്സിറ്റും വരുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്പീഡ് കുറഞ്ഞ ബോർഡുകൾ കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ. ഇപ്പോൾ കരുമ്പിൽ ഭാഗത്തെത്തിയിട്ടോ. ഇപ്പോൾ കരുമ്പിൽ ഭാഗത്ത് എത്തുമ്പോൾ ഉള്ളൊരു ബോർഡാണ് നിങ്ങൾ നോക്കിയാൽ, ലോറി 50, ബസ് 65, പിന്നെ കാറ് 80 കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഓരോ വളവുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പ് വരുത്തുക. പിന്നെ കരുമ്പിൽ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പം നോക്കിയാൽ നിങ്ങൾ ലോറി 50, ബസ് 50, കാറ് 50 കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വളവുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. അപ്പം അതും കൂടി മുൻകൂട്ടി കണ്ടിട്ടാണ് ഇതുപോലെയുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്ത് കൂടെ പോകുമ്പം പാലാഴി ഫ്ലൈ ഓവറിൻ്റെ അവിടെ മുകൾ ഭാഗത്ത് ഇതേമാതിരി കിലോമീറ്റർ കുറഞ്ഞ ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് 100, പിന്നെ 80 കാണുന്നുണ്ട്. അപ്പോഴാണ് ആളുകൾ സംശയം വന്നത്. അപ്പോൾ ഇപ്പം സംശയം എല്ലാം ക്ലിയർ ആയി കയറുന്നു. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല എന്നുണ്ട്, കാരണം എല്ലാവർക്കും ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബൈ.